ഒരു 5 പേരെ കൂടിയിരുത്തി ഒരു മഷൂറ, ഒരു കൂടി അങ്ങോട്ട് ഇരുന്നിട്ടങ്ങ് ആലോചിക്കുമ്പോ എന്താണ് ഈ അഭിപ്രായം പറയുമ്പോ 5 പേരും 5 ബുദ്ധി കൊണ്ട് ചിന്തിക്കും. 5 ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ അത് ചിന്തിച്ച് അതിലുള്ള ഫാൾട്ടുകളെല്ലാം മാറ്റി ഈ 5 പേരിൽ നിന്നും അമീർ എന്താണ് നേതാവ് എന്താണ് ഒരു അഭിപ്രായം അങ്ങോട്ട് പറയും. അപ്പൊ എന്താണ് അത് ശരിയായതായിരിക്കും. അത് ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ അത് പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് അവർക്ക് വരും. അതേസമയം എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാർ എന്നെ അംഗീകരിക്കില്ല. നമുക്കൊരു ആശയം തോന്നുമ്പോൾ എന്താണ് അത് ദീനീപരമാണെങ്കിലും ഒരു രാജ്യത്തിൽ ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുമ്പോഴാണെങ്കിലും എന്താണ് അത് ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 5 പേര് കൂടിയിരുന്നിട്ട് എന്താണ് ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം, അത് പറയുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്ന് പറഞ്ഞ പോലെ എന്റെ ന്യൂനതകളെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്റെ ന്യൂനതകൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പൊ എന്റെ ഭാഗത്ത് ന്യൂനതകൾ വരും, ഞാൻ മനുഷ്യനാണ്. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോ എനിക്ക് ഇന്ന ന്യൂനതകളുണ്ട്. നമ്മെക്കുറിച്ച് 2-3 ആളുകൾ പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഒരു സമൂഹം മുഴുവനും നമുക്ക് ഒരു 10 പേര് നമ്മെ കുറിച്ച് ഇങ്ങനെ നമ്മളോട് പറയുകയാണ് അത് ശരിയായില്ല, ഇന്നത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മിൽ നിന്ന് എന്തോ ഒരു ഫാൾട്ട് ഉണ്ട് നമ്മളിൽ. അപ്പൊ അത് നമ്മൾ ശരിയാക്കിക്കൊണ്ട് ദീനപരമായി നമ്മൾ അതിലേക്ക് പോകണം. അതിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങൾ ശരിയാക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്കതൊരു അറിവായി മാറും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ല വേടന്റെ സംഭവം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗമായി നിൽക്കുന്ന അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണെന്ന് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കേരളക്കര മുഴുവനും പറയുമ്പോൾ ഈ വേടന്റെ ശബ്ദം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞു, ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂവിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കഞ്ചാവ് വലിക്കും, മയക്ക്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. അങ്ങനെ ഇതൊന്നും നിങ്ങൾ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ എന്താണ് ഇതൊന്നും എന്നിൽ നിന്ന് പ്രചോദനമാക്കരുത്. ഞാൻ പാടും, കാരണം അത് എൻ്റെ ഒരു തൊഴിലാണ്, ഞാനത് പാടും, അതിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചോളുവിൻ. പക്ഷേ എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ കഞ്ചാവ് അതുപോലെ ദുശീലങ്ങൾ, എൻ്റെ ദുശീലങ്ങൾ എന്താണ് നിങ്ങള് പിൻപറ്റരുത്, അതൊരു പ്രചോദനമാക്കരുത്.